നീ വരുന്നില്ലേ? പെട്ടെന്ന് പോവാം. മദീന ഓപ്പൺ അല്ലേ? അപ്പം പെട്ടെന്ന് അവിടെ ചെന്നിട്ട് സാധനങ്ങളും എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് എടുക്കണം. കാര്യം എന്താ പറയുക, എല്ലാത്തിനും റേറ്റ് ഇന്ന് കുറവാണ് മദീനയിൽ. ഉള്ളിക്കായാലും എല്ലാത്തിനും റേറ്റ് കുറവാണ്. അപ്പം നമുക്ക് പെട്ടെന്ന് പോയിട്ട് വരാം. പെട്ടെന്ന് വരും. അവിടെ ചെല്ലുമ്പോ കാണാം കുതിര എടുക്കാനുള്ള ആള്. നമുക്ക് നോക്കാം. അവിടെ ചെന്നിട്ട് ആദ്യം നോക്കാം എങ്ങനെയാന്ന് സിറ്റുവേഷൻ നോക്കിയിട്ട് അതാണ്. നീ എന്താണെന്ന് അറിയോ, നേരെ നീ ആ ഉള്ളിയുടെ ഭാഗത്തോട്ട് പോകണം. ഉള്ളി പൊട്ടാറ്റോ എല്ലാം എടുക്കാനുള്ള പരിപാടി നോക്കണം. ബാക്കിയുള്ളത് ഞാൻ നോക്കാം. ആ എണ്ണയൊക്കെ ഞാൻ എടുക്കാൻ നോക്കാം. ഉള്ളിയും കിഴങ്ങൊക്കെ സ്വന്തമായിട്ട് അങ്ങ് എടുത്താൽ മതി. ഞാൻ അന്ന് ശരി, അത് ഞാൻ എടുക്കാം. നീ ഇത് ഇവിടെ പോണം. എവിടെ എടുത്തത് ചീഞ്ഞത് എടുത്തെന്നും പറഞ്ഞിട്ട് പിന്നെ അപ്പൊ ഒരു കാര്യം ചെയ്യണം. നീ എവിടെ പോണെന്ന് അറിയോ? നേരെ പിന്നെ ഓയിലൊക്കെ എടുക്കാൻ പോണം. ഓയിലൊക്കെ വില കുറവാണ്. അപ്പൊ ഞാൻ നേരെ എവിടെ പോകുമെന്ന് അറിയാവോ? ഞാൻ നേരെ ഉള്ളിയും കിഴങ്ങും എടുക്കാൻ പോകും. അപ്പൊ അങ്ങനെ നമുക്ക് പോയിട്ടാ. എന്താ പറയുന്നത്? നീ ഒരുങ്ങുന്നത് പെട്ടെന്ന് ഒരുങ്ങും. ഞാനെല്ലാം റെഡിയായി. കാവടി പുള്ളി പോകുന്നു. എന്താവും എന്തോ. അവിടെ ചെന്നിട്ട് നോക്കാം. നമുക്കിനി അവിടെ ചെന്നിട്ട് നോക്കാം എന്താവും. 3 മണിക്ക് ഓപ്പൺ. ഇപ്പൊ 2:30 ആയി. എന്തായാലും ഐസ്ക്രീം വാങ്ങിക്കണം. ഐസ്ക്രീം വേണം. ഐസ്ക്രീം വില കുറവാ. എന്നാലും നോക്കാം, ശ്രമിക്കാം. സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചു തരാം. എന്താ പറയുന്നത്? എന്തായാലും ശരി, വാ പോരാ. ഒരാള് പോവാണ്, വീഡിയോ ഒക്കെ എടുത്തിട്ട് പോവാണ് മദീനയിലോട്ട്. പുതിയൊരു ബ്രാഞ്ച് ഇവിടെ ഓപ്പൺ ആവുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നലെ അതിൻ്റെ പേപ്പർ കിട്ടി, ഇനോഗ്രേഷൻ്റെ. അപ്പോൾ അതിന് വേണ്ടി ഇങ്ങനെ പോവാണ്. 3 മണിക്കാണ് ഓപ്പണിങ്. അതിന് പോവുകയാണ്. അവിടെ ചെന്നിട്ട് എന്തൊക്കെയോ ഓഫറിന് ഒരുപാട് ഓഫറുണ്ട്. അപ്പോൾ അതിന് ഓഫറുള്ള സാധനങ്ങൾ വാങ്ങാനായിട്ട് പോവാണ്. എന്താവും അറിയില്ല. അങ്ങനെ നമ്മൾ ഇന്ന് എവിടെയാണ്? അവിടെ ഒരു മദീന സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പുതിയതായിട്ട്. അപ്പം പൈസയൊക്കെ കുറവാണ്. അപ്പോൾ അവിടെ നമ്മളിന്ന് പോയിട്ട് ഇത് കണ്ട, ഇത് അൽനാദ ടു ദുബായ് സൈഡ് സഹാറ സെൻറ്ററിനടുത്ത്. അപ്പോൾ അവിടെ ഒരു മദീന സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് നമ്മളിന്ന് സാധനം വാങ്ങിക്കാൻ പർച്ചേസ് ചെയ്യാൻ പോവുകയാണ്. അതവിടെ ചെന്നിട്ടറിയാം സാധനം കിട്ടുമോ ഇല്ലയെന്ന്. അവിടെ ചെന്നിട്ടറിയാം കേട്ടോ. നമുക്കവിടെ ചെന്നിട്ട് അറിയാം കിട്ടുമോ ഇല്ലയെന്ന്. ഞാനും പെണ്ണുപിള്ളായിട്ട് പോവുകയാണ്. കണ്ടോ എങ്ങനെയുണ്ട്? ആദ്യം അവിടെ പോവുക, ചെന്നിട്ട് നമുക്ക് നോക്കാം എന്താവുമെന്ന്. നല്ല തിരക്കാണ് കേട്ടോ റോഡിലൊക്കെ. ദുബായ് അവിടെ ചെന്നിട്ട് നമുക്ക് നോക്കാം എന്താവുമെന്ന്. നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഈ കച്ചേക്കുടിയൊക്കെ ഇങ്ങനെ നടന്ന് അവിടെ ചെല്ലണം. അവിടെ ചെന്നിട്ട് നമുക്ക് നോക്കാം. വാ, അടിപൊളി സൂപ്പർ വെയിൽ. എന്നിട്ട് നമുക്ക് നോക്കാം. നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ. വേണ്ട ഇപ്പം സാധനം ഐസ്ക്രീം കൊണ്ട് ഓഫറിനാണ് കൊടുക്കുന്നത്. അത് കിട്ടുമെന്ന് പറഞ്ഞ് കൂടി പോയിക്കുകയാണ്. 3 പാക്കറ്റ് ഇപ്പം വാങ്ങിക്കാം. പോടിച്ചു. അവിടെ ആദ്യം ചെന്നിട്ട് നോക്കാം. ഇതാണ്ടേ ഇപ്പം അങ്ങോട്ട് ഡേറ്റ് ടുഡേ വഴി ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ രണ്ടുപേരും കൂടി. അതെ, എവിടെയാണ്? നീ ആദ്യം പോയിട്ട് ഐസ്ക്രീം അല്ല, നീ ആദ്യം പോയിട്ട് മുട്ട എടുക്കണം. മുട്ടയ്ക്ക് വിലക്കുറവാണ്. മുട്ട ആദ്യം എടുക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഓയിലും എടുക്കണം. ഞാൻ നേരെ പോയിട്ട് ഇവിടെ പോകും. എവിടെ? ഉള്ളി എടുക്കാം. എന്തായാലും നമുക്ക് അങ്ങോട്ട് ചെന്നിട്ട് നോക്കാം. ഇത് ഡേറ്റ് ടുഡേ. അപ്പോൾ എന്തായാലും അങ്ങോട്ട് ചെന്നിട്ട് നമുക്ക് ആദ്യം നോക്കാം എങ്ങനെയുണ്ടെന്ന് അല്ലേ. നോക്കിയതിന് ശേഷം നമുക്കറിയാൻ പറ്റും എന്താണ് ആദ്യം വേണ്ടുള്ളതെന്ന്. എന്തായാലും ഇവിടെ നടന്ന് ചെല്ലുമ്പോഴത്തേക്ക് ഒരു സമയം എടുക്കും. 3 മണിക്കാണ് ഓപ്പൺ. ഇപ്പോൾ 2:45. ഇനി 15 മിനിറ്റ് ഉണ്ട്. എന്തായാലും നോക്കാം. അടിപൊളിയായിട്ടുള്ള ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ നോക്ക്. ബിൽഡിങ്ങൊക്കെ നോക്ക്, എല്ലാം സെറ്റപ്പ്. ബിൽഡിങ്ങിന് മേലെ മറയോ എവിടെ? ആരും കണ്ടു കാണത്തില്ല.
ആ ബിൽഡിങ്ങിന് വേണ്ടി മരമൊക്കെ ഉണ്ട്. നമുക്ക് ഇങ്ങനെ വരുമ്പോൾ കാണാൻ പറ്റത്തില്ല. ഇതെല്ലാം നോക്കാം, അവിടെ ചെന്നിട്ട് നമുക്ക് നോക്കാം. ഏകദേശം നടന്ന് വെക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. ഇപ്പോൾ ടൈം എത്രയാണെന്ന് അറിയാം? 2:50 2:50. അപ്പം 3 മണിക്കാണ് ഇവിടെ കട ഓപ്പണിങ്. അവിടെ ചെന്നിട്ട് കിട്ടുമില്ല എന്നൊന്നും അറിയത്തില്ല. നമ്മളിങ്ങനെ വെക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. രണ്ടുപേരും ബിൽഡിങ് കാണുന്നുണ്ടോ? ബിൽഡിങ്ങൊക്കെ കാണുന്നുണ്ടോ? നല്ല സെറ്റിന് ബിൽഡിങ്ങൊക്കെ കാണുന്നുണ്ട്. കണ്ണി കുഴപ്പമൊന്നുമില്ല, നല്ല രീതിയിൽ ബിൽഡിങ്ങൊക്കെ കാണുന്നുണ്ട്. ഉണ്ടോ? എല്ലാം അടിപൊളിയാണ്. പുതിയ ബിൽഡിങ് പണിയുന്നുണ്ട്. ഇതാണ് മക്കളെ ദുബായ്. നോക്ക്, 2:53 ആയില്ല. 3-ന് ഇനി 5 മിനിറ്റ് കൂടി ഉണ്ട്. 2:55 ആയി. ഉണ്ടോ? പിന്നെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നടന്നു പോയിട്ട് എന്തായാലും അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഓപ്പണിങ് കഴിയുമെന്തോ. എന്തായാലും അങ്ങോട്ട് ചെല്ലുക. അതെ, സഹാറ സെൻറ്റർ അപ്പുറം. സഹാറ സെൻറ്റർ അപ്പുറം ഒരു പാലം കണ്ടോ? ഈ പാലത്തിൽ നിന്ന് അപ്പുറം ഇറങ്ങിയിട്ടാണ് നമ്മൾ അവിടെ പോകുന്നത്. ഷാർജ. ആ കാണുന്ന ഷാർജയാണ്. എന്തായാലും നോക്കാം. ഷാർജ, അത് ഷാർജ, ഇത് ദുബായ്. അതാണ്ടേ 3 ആവാൻ പോകുന്നു. ഇനിയൊരു 2 മിനിറ്റ് കൂടി. ഏകദേശം എത്താറായി. അല്ലേ, എത്ര നേരം ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം നടന്നുകൊണ്ടിരിക്കുകയാണ്. നോക്ക്, ഈ ബിൽഡിങ്ങൊക്കെ ഇടയ്ക്കിടയ്ക്ക് കാണിക്കുന്ന ചില ആൾക്കാർ നടന്നു വരുന്നുണ്ട്. ഇനി അവരെ മുഖം എടുത്തെന്ന് പറഞ്ഞാൽ നമുക്ക് വല്ല പണി കിട്ടണ്ടേ? അതുകൊണ്ടാണ് പണി കിട്ടാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ആദ്യം ഇങ്ങനെയൊക്കെ എടുക്കുന്നത്. എന്താ ബിൽഡിങ് കണ്ടേ? അവിടെ ഏകദേശം ബലൂണൊക്കെ വെച്ചിട്ടുണ്ട്. നോക്കട്ടെ, അങ്ങോട്ട് ചെന്നിട്ട് നമുക്ക് ആദ്യം നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. സഹാറ സെൻറ്റർ കാണുന്നുണ്ടോ? ഇതാണ് ഷാർജയിലെ സഹാറ സെൻറ്റർ. ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ട് വരും നമുക്ക് ദുബായ്. നെക്സ്റ്റോ ദുബായ് എല്ലാം വരും. ഷാർജ അവിടെ ഒരു ഇതുണ്ട്, ഗ്രില്ലുണ്ട്. ആ ഗ്രില്ല് കഴിഞ്ഞിട്ടാണ് ഇപ്പുറം വരുന്നത്. അപ്പം നമ്മളെന്തായാലും നോക്കാം, നടന്ന് നോക്കാം. 3 മണി ആവറായി. ചിലപ്പോൾ മിക്കവാറും ഓപ്പൺ ആവും. നോക്കാം. നമ്മൾ അവിടെ വന്നിട്ടുണ്ട്. കണ്ടാ, നോക്ക്, നല്ല തിരക്കുണ്ട്. ഓപ്പണിങ്ങിന് വേണ്ടി ഇവിടെ വന്ന് നിൽക്കുകയാണ്. എനിക്ക് സാധനങ്ങൾ വാങ്ങിക്കണ്ടേ. അപ്പം നല്ല തിരക്കിന് വേണ്ടി ഇവിടെ വന്ന് നിൽക്കുകയാണ്. എന്ത് ബ്രോ നോക്കുന്നത്? ഉണ്ടോ? ആക്ച്വലി 3 മണിയെന്ന് പറഞ്ഞിട്ട് 3:05 ആയി. എന്നിട്ട് ഓപ്പൺ ആയിട്ടില്ല. മുട്ട നമുക്ക് വാങ്ങിക്കാം. മുട്ടയ്ക്കാണ് വില കുറവ്. ഇവിടങ്ങളിൽ ഏറ്റവും കൂടുതൽ മുട്ട 15 രൂപ വിലയാണ്. നമുക്കിവിടെ 10 രൂപയ്ക്ക് കിട്ടുന്നു, 9 ചില്ലറയ്ക്ക് കിട്ടുമെന്ന് പറയുന്നു. എന്തായാലും നോക്കാം. വേറെ ഒന്നും കിട്ടിയില്ലെങ്കിലും മുട്ടയെങ്കിലും വാങ്ങിക്കാം. അങ്ങനെ നമ്മളിവിടെ നിൽക്കുകയാണ് സുഹൃത്തുക്കളെ. നമ്മളിവിടെ നിൽക്കുകയാണ്. കണ്ടോ, ഒരു സഹാറ സെൻറ്റർ കാണുന്നുണ്ടോ? നേരെ അപ്പുറം സഹാറ സെൻറ്റർ ഉണ്ട്. റൗണ്ട് ബോട്ട് അപ്പുറം നെക്സ്റ്റ് ആണ് കേട്ടോ, തൊട്ടപ്പുറം നെക്സ്റ്റ് ആണ്. നമ്മൾ എന്ത് ഏകദേശം ഓപ്പൺ ആവാൻ പോകുമെന്ന് തോന്നുന്നു. നോക്കട്ടെ, ഓപ്പൺ ആവുമെങ്കിൽ. എല്ലാവരും വന്ന് ചോദിക്കുന്നു കേട്ടോ. 3 മണിയെന്ന് പറഞ്ഞിട്ട് ഇപ്പം 3:05 ആയി, 3:10 ആയി. ഇവർക്ക് ഓപ്പൺ ആയിട്ടില്ല. ചിലപ്പോൾ നമ്മളെ വാച്ചിന് മിസ്റ്റേക്ക് ആയിരിക്കും. എന്തായാലും നോക്കാം, നമുക്ക് കുറച്ച് നേരം നിന്ന് നോക്കാം. ഓപ്പൺ ആവും. 3 മണി 4 മണിക്കെങ്കിലും ഓപ്പൺ ആവും. കുഴപ്പമില്ല. എന്തായാലും മുട്ട നീ എടുത്തോണം. ഉള്ളിയും എല്ലാം ഞാൻ എടുത്തോളാം. കാര്യം ഇപ്പോൾ റേറ്റ് കുറവാണ്. ഉള്ള കണക്ക് എടുത്തോണം. ഓക്കെ. ഇല്ല ഇപ്പം ഓപ്പൺ ആവും.
നോക്കിയാണ് 3 മണിന്ന് എല്ലായിടത്തും പബ്ലിസിറ്റി കൊടുത്തില്ലേ? 3 മണിന്ന് അത് കുഴപ്പമൊന്നുമില്ല. 3:10 അതുകൊണ്ട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് എന്താ നിങ്ങൾ തുറക്കാത്തതെന്ന്. തുറക്കും ബ്രോ. ആ ഇല്ല, അടയ്ക്ക് ഞങ്ങൾ പോവാന്ന്. അതാണ് ആ പുള്ളി പറയുന്നത്. ഹിന്ദിയാണെന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല. ഹിന്ദി അത് ബംഗാളി ആൾക്കാരായിരിക്കും പറയുന്നത്. ബംഗാളി ടീമുകളായിരിക്കും പറയുന്നത്. കാര്യം അവർക്ക് പഞ്ച് ടൈമാണ് ബംഗാളികൾക്ക്. കാര്യം അവിടെ അരിയും ഇതെല്ലാം കൊടുക്കുന്നതെന്ന് വെച്ചാൽ കറക്റ്റ് ടൈമിനാണ് എത്തിക്കുന്നത് ബംഗാളികൾ. ആര് നോക്കുന്നു ഉണ്ട്? അവ കൊട്ടിട്ടൊരു കാര്യമുണ്ടോ? വല്ല കാര്യമുണ്ടോ? പെണ്ണല്ല, ബംഗാളിയാ. ആ ഇംഗ്ലീഷ് ശരി. അപ്പോൾ അവരുടെ നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്തായാലും കുഴപ്പമില്ല, എപ്പോഴായാലും തുറന്നാൽ മതി. നമ്മൾ മുട്ടയും വാങ്ങിച്ചിട്ടേ പുറത്തുള്ളൂ. നിങ്ങളെ സമയം നമുക്ക് സാധനം വേണം, അത്രയേ ഉള്ളൂ. നിങ്ങൾ വൈകുന്നേരം 6 മണിക്ക് തുറന്നാലും കുഴപ്പമില്ല, ഞങ്ങൾ ഇവിടെ തന്നെ നിൽക്കും. കണ്ടോ തുറക്കാൻ പോന്നു. എല്ലാവരും കൗണ്ടറിൽ കയറി. ഏകദേശം തുറക്കാൻ തോന്നുന്നു. ആൾക്കാരോട് ഇത്രയും വെയിറ്റ് ചെയ്യുന്നുണ്ടോ? പിന്നെ നമ്മളിവിടെ വെയിറ്റ് ചെയ്യുകയാണ്. അത് തൊപ്പിയാക്കണ്ട, നിന്റെ മുഖം മുമ്പേ കണ്ട് അതിൽ. ഏകദേശം 3 മണിക്ക് തുറക്കുമെന്ന് പറഞ്ഞാൽ ഇപ്പം 3:10 കഴിഞ്ഞു. അതിനുവേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നോക്ക്, തുറന്നിട്ടില്ല. 3:10 ടൈം. 3:10 അല്ല, 3:15 ആവാൻ പോകുന്നു. ഉണ്ടാ തുറക്കും, അത് ഉറപ്പാണ്. ആക്ച്വലി 3:20 ആവാൻ പോകുന്നു. തിന്നാൻ വേണ്ടി നിൽക്കുകയാണോ ചേച്ചി? കണ്ടാ, തിന്നാൻ വേണ്ടി മാത്രം. അവൾക്ക് വേണ്ടി ഇവിടെ മുട്ട വാങ്ങിക്കാൻ വന്നത്. ആ നിനക്ക് തിന്നാൻ വേണ്ടി മാത്രമായിട്ട് ഇവിടെ വന്നത്. തുറന്നില്ല. ഇപ്പം തുറക്കും. കണ്ടാ, ഇപ്പം തുറക്കും. തുറക്കട്ടെ. തുറന്നിട്ടില്ല, ഇപ്പം വരെയും തുറന്നിട്ടില്ല. 3:15 കണ്ടാ, ഒരു 10 മിനിറ്റ് ഒന്ന്. അതാണ് സഹാറ സെൻറ്റർ. കാണുന്നുണ്ടോ? നിങ്ങളിത് കാണുന്നുണ്ടോ? സഹാറ സെൻറ്റർ, അതിൻ്റെ ഓപ്പോസിറ്റ് എന്ന് വെച്ചാൽ ദുബായ് സൈഡിൽ. ഇത് ദുബായ് സൈഡിലാണ്. നമ്മുടെ സഹാറ സെൻറ്റർ കറക്റ്റ് ഓപ്പോസിറ്റ് ഉണ്ടോ? ദുബായ് സൈഡ്. ആക്ച്വലി പ്രൊമോഷൻ ചെയ്യുന്നതിന് പുള്ളിയൊന്നും തരത്തില്ല നമുക്ക് കേട്ടോ. നമ്മൾ പിന്നെ ചുമ്മാ ഒന്ന് നമ്മൾ സമയം പോക്കിന് വേണ്ടി ഒന്ന് ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ. ആക്ച്വലി 3:25 25 24 നിൻ്റെ വാച്ച് 24, എൻ്റെ വാച്ച് 25 ആയിട്ടും തുറന്നിട്ടില്ല. നോക്കൂ കുട്ടികളെ, തുറക്കും തോന്നുന്നു. ആ ക്യാമറയൊക്കെ വന്നു കേട്ടോ. ക്യാമറയൊക്കെ അവിടെ വേറെ ക്യാമറയൊക്കെ ഉണ്ട് കേട്ടോ. അവരകത്ത് വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കും കേട്ടോ. തുറക്കുന്നുണ്ട്. അപ്പോൾ ആര് കയറുമെന്നുള്ള ആകാംക്ഷയിൽ നിൽക്കുകയാണ്. നമ്മൾ കയറത്തില്ല, നമ്മൾ വിളിക്കുക. ഇപ്പം പൊട്ടും. ഒന്നുമില്ല, തുറന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ മുട്ട വെച്ചിരുന്നാൽ മതി. മുട്ടയും ഉള്ളിയും വെച്ചിരുന്നാൽ മതി. ബാക്കിയെല്ലാം നിങ്ങളെടുത്തു. മൈക്ക് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. മൈക്ക്
തുറക്കുമോ ഇപ്പം? ഇല്ല. ചേച്ചി തുറക്കാൻ പോകുന്നു തോന്നുന്നു. അതുകൊണ്ടോ വീണ്ടും 5 മിനിറ്റ് പറയുന്നുണ്ട്, തുറക്കാമെന്ന് പറയുന്നു. നേരത്തെ 10 മിനിറ്റ് പറഞ്ഞു, അതിനുശേഷം ഒരു 5 മിനിറ്റ് ആയി. ഇപ്പം 3:30 ആവാണ്ടായി. ഒരു ഷോപ്പിൻ്റെ ഉദ്ഘാടനം ഇത്രയും ആൾക്കാരൊക്കെ വന്ന് നിൽക്കുന്ന വെച്ചിട്ടുണ്ടല്ലേ, ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ പൈസ കുറവായതുകൊണ്ടാണ് വന്നത് ചേട്ടാ, പൈസ കുറവായതുകൊണ്ടാണ് നമ്മളും വന്നത്. ഓരോ ആൾക്കാരും അങ്ങനെ വന്നതായിരിക്കും. എന്തായാലും നോക്കാം, തുറക്കുമെന്നുണ്ടെങ്കിൽ നമുക്ക് പോയി കയറാം. കേട്ടാ അവിടെ ബഹളമായി, അടിയൊന്നും ആവത്തൊന്നുമില്ല. അത് ബംഗാളികളാണ്. തുറക്കുമായിരിക്കും എന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ നിൽക്കുന്നുണ്ട്. നോക്കാം, എന്തുവരും നോക്കാം. തുറക്കുമായിരിക്കും. ഇവർക്കാണ് തുറന്നിട്ടില്ല. ഇപ്പം തുറക്കുമെന്നുള്ള ഇതിലാണ് നിൽക്കുന്നത് എല്ലാം. ഇപ്പോഴും തുറക്കുമെന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. തുറക്കുമോ ഇല്ലേ നോക്കാം. ഇവർ തുറന്നിട്ടില്ല. എവിടെ വന്നു? പുള്ളി എവിടെ നിന്ന് എന്തോ പറയുന്നുണ്ട്. ചാവി കണ്ടില്ലെന്നു തോന്നുന്നു, അറിയത്തില്ല. ചിലവല്ല, നിങ്ങളങ്ങനെ മാറി നിൽക്കുക. അവർ തുറക്കണ്ടേ? തുറന്നു കഴിഞ്ഞാൽ ഗ്ലാസ് എണ്ണം പൊട്ടിച്ച് കഴിഞ്ഞാൽ നീ കൊടുക്കുക പൈസ. നീ കൊടുക്കുക പൈസ ഗ്ലാസ് എണ്ണം പൊട്ടിച്ച് കഴിഞ്ഞാൽ. അതാ പുള്ളി പറയുന്നത്. എന്താ കയ്യെ കൊട്ടുന്നു. ആക്ച്വലി എല്ലാവരും തിരിച്ചു പോകുന്നുണ്ട്. എന്താ പറ്റിയെന്നറിയത്തില്ല. ആക്ച്വലി എല്ലാവരും തിരിച്ചു പോകുന്നുണ്ട്. അവിടെ ഇറങ്ങി പോകുന്നുണ്ട്. എന്ത് സംഭവം അറിയാൻ വയ്യ. നോക്കാം. തുറന്നു തന്നെയാണ്. എന്ത് സംഭവം അറിയാൻ വയ്യ. എന്തായാലും നോക്കാം. പുള്ളി തുറക്കുമില്ലെന്ന്. പുള്ളി 2-3 പേരൊക്കെ വെളിയിലേക്ക് കൂടെ വന്നു. 2-3 പേര് വെളിയിൽ വന്നു. ഇനി നമുക്ക് നോക്കാം അത് തുറക്കുമോ ഇല്ലേ എന്ത് വന്നു. എപ്പോഴാണ് തുറക്കുന്നത്? അവരുടെ ടൈം എപ്പോഴാണെന്ന് അറിയത്തില്ലല്ലോ. നമുക്ക് നോക്കാം. ബൊക്കെ കൊണ്ടുവന്നു കേട്ടോ. അവിടെ ഉള്ളിയൊക്കെ തകർത്തെടുത്തോണ്ടിരിക്കുകയാണ്. കണ്ടാ കിഴങ്ങ് മതി. പിന്നെ മുട്ട പറഞ്ഞ സാധനങ്ങളെല്ലാം എടുത്തിട്ടുണ്ട്. അങ്ങനെ സാധനം വാങ്ങിച്ച്
നമ്മൾ അങ്ങോട്ട് പോന്നു. സാധനം വാങ്ങിച്ചു കേട്ടോ, ഓഫർ ആയിട്ടുണ്ടല്ലേ, തകർത്ത് അവിടുന്ന് എടുത്ത് പറഞ്ഞ സാധനം എല്ലാം കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി അതുമായിട്ട് റൂമിലോട്ട് പോവാം. സുഹൃത്തുക്കളെ, അങ്ങനെ സാധനം വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ഇത്രയും ദൂരം നടന്നപ്പോഴത്തേക്ക് ഒരു ക്ഷീണം. അങ്ങനെ വന്നിരിക്കുകയാണ്. എന്നാണ്ടേ സാധനം ഇച്ചിരി വെള്ളം കുടിക്കുന്നു, സാധനം ഇവിടെ ഇരിക്കുന്നു. കണ്ടോ, ക്ഷീണിച്ച് ഇങ്ങനെ ഇവിടെ ഇരിക്കുകയാണ്. നമുക്ക് വേസ്റ്റ് ഇടത്, അവിടെ വേസ്റ്റിൻ്റെ ഇതുണ്ടല്ലേ, അവിടെ ഇടാം. അങ്ങനെ ക്ഷീണിച്ച് ഇവിടെ വന്ന് ഇരിക്കുകയാണ്, ഇത്രയും ദൂരം നടന്ന്. ഒരു കട ഉദ്ഘാടനം പൈസ കുറവെന്നും പറഞ്ഞിട്ട് ഓടിപ്പോയതാണ്. ഓടിപ്പോയിട്ട് സാധനം വാങ്ങിച്ച് ഓഫർ ഉണ്ടായിരുന്നു. നല്ല ഓഫർ ഉണ്ടായിരുന്നു. ഇച്ചിരി ലേറ്റായെന്നേ ഉള്ളൂ ഓപ്പൺ ആക്കിയ സമയത്ത്. ഓഫർ ഉണ്ടായിരുന്നു. ഇഷ്ടംപോലെ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് നമ്മൾ റൂമിലോട്ട് പോകുന്നു. ഇനിയിപ്പോൾ റൂമിൽ കൊണ്ടുപോയിട്ട് ഞണ്ട് വാങ്ങിച്ചേട്ടാ. ഇന്ന് രാത്രി ഞണ്ട് കറി വയ്ക്കുന്നതും കൂടി കാണിച്ചു തരാം. എല്ലാം കൂടി ഒരുമിച്ച് സെറ്റാക്കിയിട്ട് ഞാൻ വീഡിയോ ഇടാം കേട്ടാ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നൈസിനെ സബ്സ്ക്രൈബ് ചെയ്തു നമ്മളെ യൂട്യൂബ് ചാനലിൽ. ഞാൻ അതിലും എൻ്റെ ഫേസ്ബുക്കിലും എല്ലാത്തിലും ഇടുന്നുണ്ട്. എന്നിട്ട് എന്തായാലും നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മളെയും ഒരു ഉയർച്ച. സെറ്റ് ചെയ്ത് തരാം. നമ്മൾ ഓഫറിന് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് വന്നിട്ട് ഞണ്ട് വാങ്ങിച്ചത് അതിൻ്റെ ഇടയിൽ ആ ഞണ്ട് വാങ്ങിച്ചിട്ട് വന്നിട്ട് ആ ഞണ്ട് വെച്ചിട്ടാണ് ഇന്ന് കറി ഉണ്ടാക്കുന്നത്. അപ്പം ഞണ്ട് കൊണ്ടുവന്നിട്ട് വെറൈറ്റി കറിയൊക്കെ ഞാൻ ഉണ്ടാക്കുന്നത്. എരി കുറച്ച് ഉണ്ടാക്കിയാൽ മതി. നോക്കാം, എല്ലാം കഴിക്കാൻ നേരത്തെ അതിൻ്റെ ഇത് മാംസം മാത്രം ഇളക്കി തന്നാൽ മതി. ഇളക്കാൻ തരത്തില്ല, ആദ്യം നോക്കട്ടെ എങ്ങനെയാണ് കറി ഉണ്ടാക്കി വരുന്നത്. അപ്പോൾ നമ്മളതിന് വേണ്ടി ഒരു ഉള്ളി എടുത്ത്, ഒന്നല്ല 5 ഉള്ളി എടുത്ത്, എന്ന് വെച്ചാൽ ഇച്ചിരി മസാല കയറാൻ വേണ്ടി. പലവരും പല രീതിയിലായിരിക്കും ഉണ്ടാക്കുന്നത്. ഞാനിത് എൻ്റെ ഇഷ്ടപ്പെട്ട രീതിയിലാണ് ഉണ്ടാക്കുന്നത്. പലവരും പറയും ചിലപ്പോൾ ഇങ്ങനെ അല്ല ഞണ്ട് കറി ഉണ്ടാക്കുന്നതെന്ന്. അത് എന്താ പറയുന്ന കാര്യം എന്ന് പറയുക, ചിലപ്പോൾ അവർക്ക് അതിനെപ്പറ്റി അറിയാത്തതുകൊണ്ട്. ഞാൻ ഉണ്ടാക്കുന്ന രീതി ഞാൻ കാണിക്കുന്നു, അത്രയേ ഉള്ളൂ. അത് അല്ലാത്തവർ സ്വന്തമായിട്ട് വീഡിയോ ഇട്ട് ഇതാക്കണം. ഇത് ഞാൻ എൻ്റെ വീഡിയോയിൽ ഇടുന്നതെന്ന് വെച്ചാൽ ഞാൻ ഉണ്ടാക്കുന്ന ഞണ്ട് കറി. ഇനി നമ്മളിത് കഴിവ് ഉള്ളി ഞണ്ട് പിന്നെ കഴിവ്. ആദ്യം ഉള്ളി കഴിഞ്ഞിട്ടില്ല ബാക്കിയുള്ള കഴിക്കും. ഇനി ഉള്ളി അരിയാനായിട്ട് നമ്മൾ ആദ്യം എടുക്കേണ്ടുള്ള കാര്യങ്ങളൊക്കെ എന്തെന്ന് വെച്ചാൽ, വെട്ടമുണ്ടോ അവിടെ? വേണ്ട, സൗണ്ട് മാത്രമേ ഉള്ളൂ. പക്ഷേ അരിയുന്നത് ഭയങ്കര സ്ലോയാണ്. അത് വേറൊരു കാര്യം. അരിഞ്ഞങ്ങ് കഴിയും. ആ ക്യാമറയിൽ ഇച്ചിരി ബ്രൈറ്റ്നസ് കൂട്ടും, എന്നാലേ കാണാൻ പറ്റത്തുള്ളൂ. കഴിഞ്ഞ വീഡിയോ എടുത്തതിൽ ബ്രൈറ്റ്നസ് ഇല്ല, ഫുൾ ഇട്ടിട്ടുണ്ട്. പലവരും എൻ്റെ അടുത്ത് ചോദിച്ചാൽ എന്തോ അരിയുന്നതെന്നാണ് ചോദിച്ചത്. ആർക്കും മനസ്സിലായില്ല ഞാൻ എന്തോ അരിയുന്നത്. ഇത് ബ്രൈറ്റ്നസ് കൂട്ടി കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും. ഇല്ല, ഫ്ലാഷ് അടിക്കട്ടെ, ഫ്ലാഷ്. ഇതിനൊക്കെ ആരും അനുകരിക്കില്ല കേട്ടോ. അത് ഞാൻ ഉണ്ടാക്കുന്ന കറി എനിക്ക് മാത്രമുള്ളതാണ്. അല്ല, എനിക്കല്ല, ഞങ്ങൾക്ക് രണ്ടുപേർക്കുള്ളതാണ്. അപ്പൊ ഇച്ചിരി ബ്രൈറ്റ്നസ് കൂട്ടിയിട്ട് കഴിഞ്ഞാൽ നിങ്ങളൊക്കെ അറിഞ്ഞോ, ഞാൻ പുതിയൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പോകുന്നു. ഈ യൂട്യൂബ് ചാനൽ പറയാൻ രക്ഷപ്പെട്ടു ഞാൻ. അപ്പം പുതിയ ഒരെണ്ണം കൂടി തുടങ്ങാനുള്ള പരിപാടി. ഉള്ളി അറിയുമ്പോഴത്തേക്ക് ഉള്ളി പണം പോകണമെന്നൊക്കെ പറഞ്ഞു പോകും. ഉള്ളി അരിഞ്ഞാണ്ട ഈ കത്തിയാണ് നമുക്ക് ആയുധം. പെട്ടെന്ന് ഉള്ളി അരിഞ്ഞു നോക്കും. താഴെ ഉള്ളിയൊക്കെ നമ്മളെടുത്ത് കളയുക, അല്ലെന്നുണ്ടെങ്കിൽ കഴുകി എടുത്തൂടെ. പിന്നെ തറയുള്ള സാധനങ്ങൾ ഒരിക്കലും നമ്മൾ ചെയ്യുക. ഓൾറെഡി ഉള്ളി കഴുകിയതാണ്. അപ്പം പിന്നെ നമ്മൾ പിന്നെ എന്തിനാണ് ഇനി വീണ്ടും 10-12 കിലോ ഉള്ളി വാങ്ങിച്ചതിൻ്റെ അഹങ്കാരം കാണിക്കുന്നത്. അത് ഫ്രീ ആയിട്ട് കിട്ടിയല്ലേ? ഫ്രീ ആയിട്ടല്ല, ഓഫറിന് കിട്ടി. അതുകൊണ്ട് നമ്മൾ ഇച്ചിരി ഉള്ളി തോന്നിടണം എപ്പോഴും. സാധാരണ രീതിയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ 3 ഉള്ളിയോ 2 ഉള്ളിയോ ഇടത്തുള്ളൂ. ഓഫറിന് കിട്ടിയോണ്ട്
ഉള്ളി കൂടുതലിടാം, അത് വേറെ കാര്യം. ഉണ്ടാ ഇപ്പോൾ ഉള്ളിയായി, അമ്മയെ കണ്ണ് കയറുന്നു. ഇനി അടുത്തത് പച്ചമുളകുണ്ട്. പച്ചമുളക് എടുത്തില്ല. ആ ഇതും കൂടി കാണിക്കും. സ്വന്തം ഫ്രിഡ്ജ് പച്ചമുളക് എടുക്കുന്നു. ഇത് നമ്മളെ സ്വന്തം സാധനം. ഓരോരുത്തരും മാറ്റി വെച്ചേക്കണം, പക്ഷേ ഇത് നമ്മൾ സ്വന്തം ഇതാണ് പച്ചമുളക്. ഓരോരുത്തരും മാറ്റി വെച്ചിരിക്കും. പക്ഷെ ഇന്നലെ ഒരു ആപ്പിള് അടിച്ചോണ്ട് പോയോന്നൊരു സംശയം. 4 മുളക് 2 എണ്ണം ഈ ഞണ്ടൊക്കെ ഉണ്ടല്ലേ, ഞണ്ടിന്റെ കഥ എനിക്കറിയാമോ? ഞണ്ട് ആ മീനുകളെല്ലാം തിന്ന് ഇത്രയും ഷോ കാണിച്ച് കിടക്കുന്നത് ഞണ്ടിനെ നമ്മൾ ഇച്ചിരി മുളകും കയറ്റി കൊടുക്കണം. എന്നുണ്ടെങ്കിൽ ഉണ്ടല്ലേ നിങ്ങൾ ഷോ കാണിക്കുക നമ്മളടുത്ത്. അത് നമ്മൾ ആദ്യം നീ ആയിരിക്കും എന്താ മുളക് ഇങ്ങനെ അരിയുന്നു. മുളക് ഇങ്ങനെ അരിയാവും, കറിക്കൊക്കെ ഇടാനുള്ള ഇങ്ങനെ അരിയണ്ടോ? ഒന്നും വിചാരിക്കണ്ട, ഞാൻ വിചാരിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഇങ്ങനെ മുളകായി ഉള്ളിയായി തക്കാളിക്ക് വരെ നമ്മൾ പേസ്റ്റ് ഇടും. പിന്നെ ഇത് പേസ്റ്റ് ഓക്കെ. ഇനി നമുക്ക് കറി വെച്ച് തുടങ്ങിയാലേ. എല്ലാം ഞാൻ തന്നെ കേട്ടോ, പാവം ഞാൻ. ആരും പെണ്ണ് കെട്ടിക്കഴിഞ്ഞുള്ള കുഴപ്പം എന്താണെന്ന് അറിയാം. ചിലപ്പോൾ നമ്മൾ തന്നെ ചിലപ്പോൾ കഴിക്കാൻ വെക്കേണ്ടി വരും. അതാണ് ഏറ്റവും വലിയ കുഴപ്പം. ഇവരൊക്കെ ഭയങ്കര സപ്പോർട്ടാണ്, ഒരു കാര്യമില്ല. നമ്മളെ കൊണ്ട് പറ്റുന്നതൊക്കെ ഉള്ളു. പാത്രം എടുക്കും, കണ്ണം കയറും. പാത്രം എടുക്കും. ഏതിലാണ് നമ്മൾ ആഹാരം വെക്കുന്നത്? കുക്കറിൽ വെക്കണമെന്നില്ല, അത് മതി. അതിൽ പറ്റത്തില്ല. കാര്യം ഇവരൊക്കെ ഭയങ്കര ഷോ ആണ്. അണ്ണം വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയാണ്, ഒരു കാര്യമില്ല. നമ്മൾ വെക്കുന്ന വെള്ളത്തിൽ സൂപ്പറാന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലായിക്കോണം. കഴിവ് പറയുമ്പോൾ മനസ്സിലായിക്കോണം നമ്മളെ കൊണ്ട് വെപ്പിക്കാനുള്ള പരിപാടിയാണ്. കഴിവ് ആദ്യം ഇതിൽ കൂടി കഴിക്കാം. ചപ്പാത്തി പിന്നെ ആദ്യം ഇതിൽ നിന്ന് കഴിവിട്ട് ഉള്ളിയൊക്കെ വാട്ടിയെടുത്തതിന് ശേഷം നമുക്ക് അതിലോട്ട് ഇടാം. ഇവരൊക്കെ പറയും അടിപൊളിയാന്ന് പറയും. ഒരു കാര്യമില്ല. എന്താ സംഭവം അറിയോ? എത്ര കൊള്ളത്തിലും തിന്നും എന്നിട്ട് കുറ്റം പറയും. നീ കുറ്റം പറയാത്ത കാര്യം കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം. പിന്നെ ഞാൻ വെക്കത്തില്ല. പിന്നെ നമുക്കറിയാല്ലേ, ഇത് നമ്മളിപ്പം ഓഫറിന് വാങ്ങിച്ച വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് നമ്മൾ കടുവിട്ട് ആദ്യം പൊട്ടിക്കാം. കടുവും മുളകും ഇട്ട് പൊട്ടിക്കാം ആദ്യം. ഞെട്ടിച്ച എനിക്കറിയാം. ഇതാദ്യം വെന്ത് വന്നതിന് ശേഷം ഇതാദ്യം ഒന്ന് പാൻ ചൂടായതിനു ശേഷം നമുക്ക് ഒഴിക്കാൻ പറ്റത്തുള്ളൂ. എനിക്കറിയാം ഇതൊക്കെ. ഇത് ചെയ്യുന്ന കാര്യം എന്താണെന്നറിയോ? ഇതൊക്കെ നമ്മൾ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ നമ്മൾ ചെയ്തു പോകണം. ഇത് കഴിഞ്ഞിട്ട് എൻ്റെ ട്രാവലിംഗ് ഉണ്ട് കേട്ടോ. ട്രാവലിംഗ് വീഡിയോ ഇടുന്നുണ്ട് ഇതേ കണക്ക്. അതിൽ എൻ്റെ യൂട്യൂബ് ചാനലിൽ പിന്നെ ഇടുന്ന അടുത്ത പേരെന്ത് വരുന്നത്? മെൻ്റൽ ട്രാവലർ അല്ലേ? ക്രൈസി ട്രാവലർ എന്നായിരിക്കും എൻ്റെ അടുത്ത യൂട്യൂബ് ചാനലിൻ്റെ പേര്. ഇപ്പം വളരെ സ്നേഹിച്ചാണ് മൊത്തത്തിൽ. എണ്ണ മതി, ഇച്ചിരി ഇപ്പം എണ്ണയായി. എണ്ണ എത്ര എടുക്കുക? തോനെ എടുക്കും കേട്ടോ. തോനെ എടുത്ത് കഴിഞ്ഞിട്ടല്ലേ തീർന്നു മാത്രമല്ല, എണ്ണയ്ക്ക് ഇപ്പം എന്താ വിലയെന്ന് അറിയാം. ഇന്ന് ഓഫർ കിട്ടിയോണ്ട് നമ്മൾ എന്താണ് ഇച്ചിരി കടുക് ഇട്ട് നിങ്ങളെ ഈ മാക്സിമം സാധനങ്ങൾ നാട്ടിൽ നമ്മളെ വീട്ടിലൊക്കെ വളർത്താൻ പറ്റുമെങ്കിൽ വളർത്തണം. ഇതൊക്കെ ഇട്ടിട്ട് ഒരു ടിഷ്യൂലൊക്കെ ഇട്ടൊന്ന് വളർത്തണം. മല്ലിയില എല്ലാം നമ്മൾ വളർത്തണം. നമ്മൾ വളർത്തിയെടുത്ത സാധനത്തിൽ നമ്മളെടുത്ത് കഴിക്കുമ്പോൾ നമുക്ക് ടേസ്റ്റാണ്, അല്ലെങ്കിൽ നമുക്ക് മനസ്സിന് സന്തോഷമാണ്. കാശ് കൊടുത്ത് വാങ്ങിക്കുമ്പോൾ നമുക്കൊരു പുച്ഛമാണ്. മനസ്സിലാക്കുമോ? അതെല്ലാം മനസ്സിലാക്കണം. മുളകിൻ്റെ അങ്ങനെയുള്ള സാധനം ഉണ്ടല്ലേ, അതെടുക്കും. എനിക്ക് അസിസ്റ്റൻ്റ് ഉണ്ട് കേട്ടോ. കാര്യം ജോലിയൊന്നും ചെയ്യത്തില്ലെന്ന് അസിസ്റ്റൻറ്റിനെ കൊണ്ട് നമ്മളിങ്ങനെ ചെയ്യിപ്പിക്കണം. അല്ലെങ്കിൽ നമ്മളെ കറി വെപ്പിൽ ഒരു പൈപ്പ് കിടക്കില്ല. പൊട്ടുന്നു പൊട്ടത്ത് എണ്ണയൊക്കെ മേളിലൊക്കെ പൊട്ടുന്നു. ഇതാണ് കഷ്. ഇച്ചിരി ഇത് കൂടി നമ്മളെ ഇത് അതിൻ്റെ പേരെന്തായിരുന്നു? മല്ലിയില. മല്ലിയില എനിക്കറിയാം. നമുക്ക് എടുക്കാനുള്ളത് കറിവേപ്പില. സ്പൂൺ എടുക്കാം. അത് ഞാൻ തന്നെ എടുക്കാം.
അതിന് അസിസ്റ്റൻ്റ് ഇല്ല കേട്ടോ. മുളക് അതേപോലെ ആ ഡെപ്പയിലായിട്ട് ഡെപ്പ ഡെപ്പ ഡെപ്പ. ഈ സമയത്ത് നമ്മൾ തീ കുറച്ച് വെക്കണം. നമ്മൾ അടങ്ങും തീ കുറച്ച് വെക്കണം. കഥ പറയാം, ആരെങ്കിലും ഓടി വരും. അറിയാം ഇഞ്ചി ഇതെല്ലാം ആയി, വെളുത്തുള്ളിയും എല്ലാം കൂടെ പേസ്റ്റിൻ്റെ രീതിയിൽ സെറ്റായിട്ടുണ്ട്. മുളക് ഉൾപ്പെട. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇനി ഉള്ളി ഇട്ട് കൊടുക്കുക. നമ്മൾ കശാക്കിയ ഉള്ളി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ എനിക്ക് അസിസ്റ്റൻ്റ് പണിയൊന്നുമില്ലെന്ന്. അപ്പോൾ നമ്മളെന്താ അസിസ്റ്റൻ്റിനെ കൊണ്ട് ഇത് കഴിയിക്കണം. എന്നാ ഇത് കഴിവും, ഒരു പണിയില്ല. നമുക്കൊരു സന്തോഷം. വെള്ളം പിന്നെ കുടിച്ചാൽ മതി, ആദ്യം കഴിവോ. അത് കഴിയണം. ഇത് നമ്മൾ അപ്പോഴപ്പോഴും ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വൃത്തിയാക്കി വെക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ദൈവം കോപിക്കും. അതിൻ്റെ ഉപയോഗം കഴിഞ്ഞു. ഇനി അടുത്തത് നമ്മൾ ഉള്ളി ഒന്ന് വാട്ടിയെടുത്തിട്ട് അതിന് കഴിഞ്ഞ് വാട്ടിയെടുത്തിട്ട് തക്കാളി പേസ്റ്റ്. തക്കാളി നമ്മളെ ഇല്ല, ആവശ്യമുള്ളവർ തക്കാളി എന്ന് പറഞ്ഞ് ഇടുക. നമ്മൾ തക്കാളി പേസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് ഇടുക. തക്കാളി വില കൂടുതൽ കിട്ടാം, അതുകൊണ്ട് തക്കാളി വാങ്ങിയിട്ട് നമ്മൾ പേസ്റ്റാണ് ഉപയോഗിക്കുന്നത്. ഇനി ഒരടുപ്പിനും കൂടി ഉണ്ട് കേട്ടോ. ഞെക്കിതാ ഇത് ഇനി ഇത് നല്ല രീതിയിൽ നമ്മൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇതൊന്ന് തുടക്കണം കേട്ടോ. കാര്യം ഇവിടെ എല്ലാം കുളമായി ക്ലീൻ ചെയ്തിട്ട് അങ്ങനെ പോകും. ആര് കുളമാക്കിയില്ല, നമ്മളല്ല ഇപ്പം കുക്ക് ചെയ്തത്. അപ്പം ഇതിനി നമ്മൾ നല്ല രീതിയിൽ ഇതൊന്ന് വഴിച്ചെടുക്കണം. എനിക്ക് ഈ തവി എനിക്കിഷ്ടമില്ല. ഞാൻ മുമ്പ് അമേരിക്കയിൽ പിന്നെ കുക്കിംഗ് ചെയ്തുകൊണ്ടിരുന്ന സമയത്തുണ്ടല്ല, എനിക്ക് ഈ തവിയല്ലായിരുന്നു, എനിക്ക് വെറൈറ്റി തവിയായിരുന്നു. അമേരിക്കയിൽ ഞാൻ ഉണ്ടായിരുന്നു ഒരു 6 വർഷം. പക്ഷെ അമേരിക്ക ഉള്ള ആരും ഒന്നും പറയില്ല, നമ്മളെ പാവനയാണ് അമേരിക്ക. ഇത് കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് കറി ഉണ്ടാക്കാൻ ആരും വിളിക്കല്ലേ, ഹോട്ടലിൽ നിന്ന് ആരും തന്നെ വിളിക്കരുത്. കാര്യം എനിക്ക് അങ്ങനെ മറ്റുള്ളവർക്കൊന്നും ആഹാരം ഇത് ഉണ്ടാക്കി കൊടുക്കാൻ എനിക്ക് ഇഷ്ടമല്ല. പക്ഷെ എനിക്ക് ഇഷ്ടമാണ് ഞാൻ ഉണ്ടാക്കുന്ന ആഹാരം കഴിക്കുന്ന കുറച്ച് ടീമുണ്ട്. അല്ല ഹോട്ടലിലേക്ക് വേണ്ടി പൈസയ്ക്ക് വേണ്ടി ഞാൻ ഒന്ന് ജോലി ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമല്ല. അല്ല സ്വന്തമായിട്ട് ചെയ്ത് ഉണ്ടാക്കി കൊടുക്കുന്നത് എനിക്ക് ഇഷ്ടമാണ്. മാതൃകയാണ്, സന്നദ്ധ പ്രവർത്തനങ്ങൾ ചെയ്തിട്ട് ഞാൻ മാതൃകയോ. അല്ലാതെ ഹോട്ടലിലേക്ക് പൈസയ്ക്ക് വേണ്ടി ഞാൻ ഇങ്ങനെ എനിക്കിഷ്ടമല്ല. കുക്കിംഗ് ഡ്രസ്സ് കൂടെ ഉണ്ടായിരുന്നല്ലേ, അതും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഇച്ചിരി വെറൈറ്റി പോയാ അവരെടുത്തോണ്ട് പോയി. ഒരു അറബ് ഫാമിലി ഉണ്ടായിരുന്നു, അവരെടുത്തോണ്ട് പോയി. ആരായാലും കുഴപ്പമില്ല, ഇനിയിപ്പം കുഴപ്പമില്ല. അതുകൂടെ ഇതായിരുന്നു, സെറ്റായിരുന്നു. ഇതെന്നാവും, ഇത് മതി. അപ്പം ഓഫറിന് കിട്ടിയ ഇത് ഉപയോഗിച്ചു. ഇത് വെച്ചോ. എനിക്കൊരു ഉപ്പിടണേ. ഇപ്പം നിങ്ങൾ ഇഷ്ടമാണോ കിട്ടാൽ മതി. നമ്മളൊക്കെ വെച്ചാൽ ചുമ്മാ ഇങ്ങനെ കൈ എപ്പം കഴിക്കുന്ന അപ്പം നിർത്തും, ആ രീതിയിൽ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യണ്ടല്ലോ. അല്ലാതെ നീയൊക്കെ കഴിക്കുന്നത് നമ്മൾ ഉപ്പ് അളവിനൊന്നുമില്ല. നമ്മൾ കൈ എപ്പം കഴിക്കുന്നു അപ്പോഴും ഉപ്പിൻ്റെ പരിപാടി നിർത്തിക്കണം. എനിക്ക് ഇച്ചിരി ഇടുമ്പോഴത്തേക്ക് കൈ കഴിക്കും. അപ്പോഴേ ഞാൻ അതിന് വില കുറവായിരുന്നു. ഓഫറല്ലേ, 5 റംസേ ഉള്ളൂ. നീ അതിൽ ഈ താഴെ പോയി സാധനം എടുത്ത് മേടിയുള്ളൂ. കാര്യം നമ്മൾ ചെയ്യുന്നൊരു കാര്യം ഉത്തരവാദിത്തത്തോടെ ചെയ്യണം. ഇതൊക്കെ വേറെ നമ്മൾ ചെയ്ത് വരുമ്പോൾ ഇപ്പം ഇങ്ങനെ നടക്കുമല്ലേ, നമ്മൾ ചെയ്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ വേറെ ലെവലാവും. ഇനി നമുക്ക് അടുത്ത ആഴ്ച ഈ വാങ്ങിച്ച ഞണ്ടൊന്ന് ക്ലീൻ ചെയ്താൽ വന്നത്, എന്നാലും നമുക്കൊന്ന് ക്ലീൻ ചെയ്യാം.
അങ്ങനെയല്ല നമ്മള് അവര് അങ്ങനെ ഞണ്ട് വീട്ടിലൊക്കെ ഉണ്ടാകുന്ന ഫുള്ളാകിയല്ലേ ഇത് കളയണ്ടുള്ളായിരിക്കും. ഞണ്ട് ഇങ്ങനെയാണോ പീസാക്കുന്നത്? ഇങ്ങനെയാണല്ലോ പീസാക്കുന്നത്. അയ്യേ ഇതെന്ത് ഞണ്ട് പീസാക്കുന്നത്? അല്ല ഇതൊന്നും കളയരുത്, അഴുക്കൊന്നും കളയരുത്. ഇത് കട്ട് ചെയ്യണം, ഇതൊക്കെ കട്ട് ചെയ്യണം. അത് പിന്നെ കട്ട് ചെയ്യണം. ആദ്യം ഇതൊന്നും നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കാണുമ്പോൾ നമുക്ക് തന്നെ രണ്ടിനൊരു കാര്യമില്ലായിരുന്നു. ഇതിനൊക്കെ പൈസ വാങ്ങിച്ച് രണ്ടാം പോകും. ഒരു കാര്യമൊന്നുമില്ല. ഇത് എന്ത് ഇവര് ഞണ്ട് ഇങ്ങനെയൊക്കെ ആക്കി തന്നത്? അയ്യോ നമുക്ക് ഫുള്ള് വേണ്ടേ ഒരു ഞണ്ടില്ല. ഉള്ളി ഇത് കരിയട്ടെ. തീർന്നു പോയി. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഈ ഞണ്ടിന് കട്ട് ചെയ്തെടുക്കാം, കത്രി ചെയ്തെടുക്കാം. ഉള്ളി ഇവിടെ ഉള്ളി കരിയണം. പക്ഷേ നല്ല കരിഞ്ഞാലാണ് നല്ല മുരിഞ്ഞാലാണ് നല്ല ടേസ്റ്റ് വരുന്നത്. എന്നാ ഉള്ളിയെ വേണ്ടോളാം. ഉള്ളിയല്ല ഉദ്ദേശിച്ച ഉള്ളി. ഓഫാക്കാനല്ല പറഞ്ഞത്, ആര് ഇത് അനുകരിക്കലും ഇതേണൊക്കെ എന്നെ വിളിക്കലും. ഞണ്ട് കറി ഉണ്ടാക്കി തരാൻ പറഞ്ഞ ആരും വിളിക്കലും. എനിക്ക് എല്ലാവർക്കും ഒന്ന് ചെയ്തു തരാൻ പറ്റത്തില്ല. ഈ ഞണ്ടിന്റെ ഈ കാല് കട്ട് ചെയ്തരാം. കട്ട് ചെയ്യണം, അഫ്കോഴ്സ്. കണ്ടോ അതാ ഞണ്ട് അമ്മ ഉണ്ടാക്കി തരുന്ന പീസാവും. നല്ല തിന്നാറ് ഇതുള്ളൂ. നീ ഞണ്ടിനൊക്കെ എന്തിനാ ഇത്രയും കാലി? നല്ലൊന്നും ആവശ്യമില്ല ഞണ്ടിന്. ഉണ്ടാ ഈ ഞണ്ടിന് കൈയുണ്ട്, ബാക്കിയുള്ള ഞണ്ടിനൊന്നും കൈയില്ല. ഉണ്ടായിരുന്നു. ഇത് കണ്ടോ, ഉണ്ടോ? ഇത് നോക്ക്, ഈ ഞണ്ടിന് കൈയുണ്ട്, കാലുമുണ്ട്. അവിടുത്തെ പെൻഷൻ വാങ്ങിക്കാനുള്ള പരിപാടി കേട്ടോ. അതിൻ്റെ ആവശ്യമൊന്നുമില്ല, നമ്മൾ സർക്കാർ കൊടുക്കത്തില്ല. മുള്ളുണ്ട്. മുള്ളല്ല പിന്നെ ഞണ്ടിനകത്ത് മുള്ളില്ല. ഓണിക്ക് രണ്ടേ മുള്ളുണ്ട്. എനിക്ക് തോന്നുന്നേ അവിടെ നിന്ന് അവര് രണ്ടിനെ കാല് മുക്കിയെന്ന് തോന്നുന്നു. കാല് കുറച്ച് കാണുന്നില്ല. അല്ല, ഒരു കാലില്ലാത്ത എടുത്തത് അല്ല, ഒരു കാല് ഞണ്ട് വെച്ചിരുന്ന അവിടെ കിടക്കുന്നുണ്ട്. അപ്പൊ ഞാൻ നമ്മളെ കാലായിരിക്കും, നമ്മളെ ഞണ്ടിന്റെ കാലായിരിക്കും. ഞാൻ വിചാരിച്ചു അവിടെ കിടന്ന ഞണ്ടിന്റെ ആയിരിക്കും. ഓക്കെ. വേസ്റ്റ്. അപ്പം ഞണ്ട് നമ്മൾ വെട്ടി ക്ലിയർ ആക്കിയിട്ടുണ്ട്. പാത്രം ക്ലിയർ ആക്കിയിട്ടുണ്ട്, കത്രികയും ക്ലിയർ ആക്കിയിട്ടുണ്ട്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ വൃത്തിയാക്കി ചെയ്യണ്ടേ. സോപ്പിട്ട് ചെയ്യാനുള്ളത് പിന്നെ എൻ്റെ അസിസ്റ്റന്റ് ചെയ്യും. റെസ്റ്റ് എടുക്കട്ടെ. റെസ്റ്റാണ്. അപ്പം അതൊക്കെ ഉള്ളി ആയി നോക്കുന്നത്. ഉള്ളി ആയി വരുന്നത് കേട്ടോ. ഉള്ളി ആയിട്ടില്ല. ഉള്ളി ആകാറുണ്ട്. നമുക്ക് ഇതിൽ മസാല ഇടാം. മസാലയ്ക്ക് എന്തൊക്കെ വേണമെന്ന് വെച്ചാൽ ഉള്ള മസാല ഇടുള്ളൂ. അത്ര ഇടുള്ളൂ. അങ്ങനെ ഉള്ളിയില് മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി. എന്നൊക്കെ ക്ലിയർ ഇടാന്ന് വെച്ചാൽ ഞാൻ
സ്ഥിരമായിട്ട് മല്ലിപ്പൊടിയൊക്കെ ഞാനാണ് എടുക്കുന്നത്, അതുകൊണ്ട് എനിക്ക് നല്ല രീതിയിൽ അറിയാം. പിന്നെ ഇത് ഗരം മസാല, പിന്നെ മുളക് പൊടിയാണ് നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ കണ്ടോളാം. ഓൾറെഡി നമ്മളതിൽ ഇത് കയറിയിട്ടുണ്ട്, എരി കയറിയിട്ടുണ്ട്, എന്നാലും മുളക് പൊടി ഇച്ചിരി കൂടി വേണ്ടി വരും. ഇനി നമ്മളിതൊന്ന് ഡൈല്യൂട്ട് ചെയ്യുക, എന്നുവെച്ചാൽ അത്രയും വലിയ സ്കോപ്പില്ലല്ലേ. നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഏകദേശം അടിപൊളിയാവുന്നുണ്ട് കേട്ടോ. ചെറിയൊരു ഷോർട്ട് ബ്രേക്ക്. തുമ്മും, ചിലവർ തുമ്മും, നമ്മളൊക്കെ അങ്ങനെ തുമ്മാൻ നിൽക്കത്തില്ല. തുമ്മല് പോലെ തോന്നും, തുമ്മുന്നല്ല. മസാല അടിപൊളി. ഇനി ഇച്ചിരി വെള്ളം ചേർത്ത് കൊടുക്കുമായിരിക്കും. അസിസ്റ്റന്റ് ഇച്ചിരി വെള്ളം എടുക്കും. ഇനി ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുക്കുക. പുറകെ പോകണം, പോസ്റ്റ് വരെ ഞണ്ടിൻ്റെ സ്മെല്ലായിരിക്കും. ഇപ്പോഴല്ല, ഇത് കഴിയുമ്പോൾ. അതെ, സാധനം സെറ്റായി. ഞണ്ട് ഇതിലില്ല, ഞണ്ട് വേറെ പാത്രം. അത് പിന്നെ ഞാൻ അമേരിക്കയിലുണ്ടാക്കിയ കറിയാണ്. അവിടുത്തെ അറബിയൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അമേരിക്ക അറബി അവള് വിസിറ്റിങ് വന്നായിരുന്നു, അവർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതിനവര് സ്പൈസി ആയിട്ട് കഴിക്കത്തില്ലല്ലോ അറബികള്. അവർക്ക് ഇത് ഇഷ്ടപ്പെട്ടേ. അപ്പൊ എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞ് എങ്ങനെ ഉണ്ടാക്കിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കൊടുത്തില്ല. അത് കാര്യം പറഞ്ഞു കൊടുക്കണ്ട, നമ്മളെ സിസ്റ്റം പറഞ്ഞു കൊടുക്കണ്ട. ഇനി ചിക്കൻ്റെ ഒരു സാധനം ഉണ്ടല്ലേ, അതും കൂടി ഇങ്ങോട്ട്. ഇത് എങ്ങനെ കറി ഉണ്ടാക്കുന്ന വെച്ചാൽ ആരും ഇത് ഞാൻ ആർക്കും പറഞ്ഞു തരാത്തതാണ് ഞാൻ ഉണ്ടാക്കുന്ന കറിയുടെ കുട്ടൻസ്. പിന്നെ നിങ്ങൾ നമ്മളെ സ്ഥിരം ആൾക്കാരായതുകൊണ്ട് ഞാൻ പറഞ്ഞു തരുവാണ്. ഇതൊക്കെ ഉണ്ടാ ഇട്ട് കൊടുക്കും, ഫുള്ള് ഇട്ട് കൊടുക്കും കേട്ടോ. ഇച്ചിരി അത് കുറച്ചുണ്ടായിരുന്നു ലാസ്റ്റ്. അത് ഈ കറിക്ക് നല്ല ടേസ്റ്റായി. ഉണ്ടോ സംഭവം തെറ്റായി. ആ സമയത്ത് നമ്മളെന്താണെന്ന് പറയുക, ഇതുണ്ടോ, ഇതെടുത്തിട്ട് ഒരു ഇച്ചിരി വെള്ളം എടുക്കുക. ഓരോടുന്നത് ഒരു ഇച്ചിരി വെള്ളം എടുക്കുക. പലവരും പല രീതിയിലാണ് ചെയ്യുന്നത്. ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ചൂടാകും. ചൂടായി വരുന്ന ഒരു സമയം വരും, അത് ഞാൻ പറഞ്ഞുതരാം എപ്പോഴാണ്. അതിൽ നിന്ന് ആവി വരും, അപ്പോൾ മനസ്സിലാക്കണം ചൂടായത്. അപ്പം ചെറിയൊരു പരിപാടി ഉണ്ട്. തോനെ വെള്ളം എടുക്കരുത് കേട്ടോ, ഒരു ഇച്ചിരി വെള്ളം. ഇത് സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ സെറ്റായിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഏകദേശം ആയെന്ന് തോന്നുന്നു. ഇവിടെ കാണാം ആവും. ആ സമയത്ത് നമ്മൾ ഓരോ പീസ് എടുത്തിട്ട് ഉപ്പിപ്പോൾ എടുത്തിടാം. എന്താ ഇനി പീസ് പുറത്തോട്ട് ഇടുക. അതായത് ഈ കാലാണ്. കേട്ടോ, കഴിഞ്ഞോ? കഴിഞ്ഞിട്ടില്ല, ഇനിയാണ് കഴിക്കും. അതിൻ്റെ ഇടയിൽ ഞാൻ അറിയാതെ തന്നെ കുരുക്കിയത്. അത് ചെയ്യുന്ന ആളാണ് കുരുക്കേണ്ടുള്ളത്. എന്നിട്ട് ഇത് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പിടിക്കുക. ഇനി ഒരു ഇച്ചിരി ഉപ്പ് നമുക്ക് കൈ എപ്പം കടയ്ക്കുന്നു അപ്പം നിർത്തുക. കൈ എൻ്റെ കടിച്ചു, അപ്പം നിർത്തും. ഇനി ഒരു ഇച്ചിരി മഞ്ഞപ്പൊടി
ഓക്കെ, തോനെ വേണ്ട, ഇച്ചിരി ഗരം മസാല. ഓക്കെ, ഇനി മുളക് പൊടി ഒരു ഇച്ചിരി ഒരു സ്പൂണാണ് എടുക്കുന്നത്. കഴിഞ്ഞു. ഈ മല്ലിപ്പൊടി വേണം നമുക്ക് ഇതിൽ ആക്കി കൊടുക്കുക. ഇവർ അതും കാണിക്കും, അത് കാണിച്ചാലേ ഡിഫറൻസ് ഉള്ളൂ. ഇതെന്തിനാ ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിലൊന്ന് പിടിക്കണം. ഇത് കേട്ടോ, ഏകദേശം അതൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മളെ മസാല എടുത്തിട്ട് അങ്ങോട്ട് കമത്തുക. നമുക്ക് ബാക്കി നല്ല ഇച്ചിരി വെള്ളം ഒഴിക്കുക. അസിസ്റ്റന്റ് ഒഴിക്കും. മസാല നമ്മൾ വെളിയിൽ പോകും. നമ്മളെടുത്ത് കമത്തുക. ഓക്കെ, ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇനി ഇപ്പോഴെടുത്ത് കഴിച്ചാലും സംഭവം സെറ്റാണ്, പക്ഷെ അതല്ല നമ്മളെ ഉദ്ദേശം. നോക്കൂ നോക്കൂ, ആ ഒരു മണം വരുന്നില്ലേ? ഒരിച്ചിരി വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക. അത് എന്തിനാ വെള്ളം ഒഴിക്കുന്നത് വെച്ചാൽ അടി പിടിക്കരുത്. ആ മതിയായിരിക്കും ഉദ്ദേശം. ഇപ്പം ആയില്ലേ? ആ, ഇനി നമ്മൾ ലോ ഫ്ലെയിമിലാക്കുക. എന്നുവെച്ചാൽ തീ കുറയ്ക്കുക. കുറച്ചിട്ട് ഇത് വേവാനുള്ള സെറ്റപ്പിൽ നമ്മൾ എന്താണെന്ന് അറിയുക, ഇതിൻ്റെ അടപ്പെടുത്ത് അടയ്ക്കുക. എടുക്കും, ഞാൻ തന്നെ എടുക്കും. കഴിയുമ്പോൾ നമ്മൾ ഏത് സാധനം കഴുകിയെടുക്കണം. എല്ലാം എടുത്തു കഴിഞ്ഞാലല്ലേ അപ്പോൾ നല്ല പാറ്റയാണെന്ന് അതിൻ്റെ അകത്തിരുന്ന് നമ്മൾ അറിയത്തില്ല. ഇനി അതിൽ നമുക്ക് ഇച്ചിരി നല്ല സെറ്റിന് വരും. ഇനി വാഷ് ചെയ്യാനായിട്ട് നമ്മൾ ഇങ്ങോട്ട് വെക്കുക. ഇത് വെക്കണ്ട. ആ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് നമ്മൾ തിരിച്ചെടുത്ത് വെക്കുക. അപ്പം നമ്മളെ കറി ആയിട്ടുണ്ട്, ചപ്പാത്തി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ കറി നമ്മൾ സെറ്റ് ചെയ്ത് ഇങ്ങോട്ട് ഇറക്കുവാണ്. നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. 2 പീസൊക്കെ എടുത്തിട്ട് കഴിഞ്ഞാൽ ഇങ്ങോട്ട് കറി നോക്കട്ടെ ഇത് എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. ഞണ്ട് കറിക്ക് എപ്പോഴും ഞണ്ട് മുമ്പേ ഒന്ന് നിൽക്കണം. വേണ്ടാ, ഇത്ര മതി, ബാക്കി പിന്നെ എടുക്കാം. ആദ്യം ഇത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ഒരു ചപ്പാത്തി ഉണ്ട്, ചപ്പാത്തി കറി, നമ്മളുണ്ടാക്കിയ കറി. ഇതാ നോക്ക്, എന്താ ചപ്പാത്തി നമ്മളുണ്ടാക്കിയ. അടിപൊളി, നല്ല എരിയുണ്ട്. ഉപ്പർ സാധനം. ആദ്യത്തെ ടേസ്റ്റിൽ കിട്ടിയില്ല. എരിയുണ്ട്, സൂപ്പർ സാധനം. ഇനി ഇത് തിന്നിട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കും, ബാക്കി പിന്നെ പറയാം. ഓക്കെ, അടുത്ത വീഡിയോ കാണാം. ബൈ. അങ്ങനെ ഏകദേശം നമ്മളെ കറിക്കുള്ള പരിപാടി തീരാറായി. അതിനുശേഷം ഇനി ചപ്പാത്തിയും കൂടി ചുട്ട് കഴിഞ്ഞിട്ട് നമ്മൾ അതും കൂടി സെറ്റാക്കുന്നുണ്ട്. ഓക്കെ, അത് എല്ലാം ചുട്ട് സെറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം എങ്ങനെയായിരുന്നു. കറി ഏകദേശം അടിപൊളി കേട്ടോ, സെറ്റായി. കഴിച്ചിട്ട് നോക്കാം.